പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫോറസ്റ്റ് ടോക്സിൽ ഞാൻ സിമി ബാബ്ജൻ. കഴിഞ്ഞ നമ്മുടെ വീഡിയോ ആർട്ട് ഓഫ് ടീച്ചിങ് എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. അതിൻ്റെ തുടർച്ചയായി അധ്യാപകർക്ക് എങ്ങനെ നമ്മുടെ റോൾ മനോഹരമായി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. സ്കൂളിലേക്ക് എത്തുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് തൻ്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ അവർ വിശ്വസിക്കുന്നവരാണ് ടീച്ചേഴ്സ്. അധ്യാപകർക്ക് തെറ്റുപറ്റുകയില്ല എന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ നമ്മൾ അധ്യാപകർക്ക് കഴിയണം. നമ്മൾ പഠിപ്പിക്കുന്ന സ്പെല്ലിങ്സ്, എഴുതുന്ന രീതി തുടങ്ങിയവയൊക്കെ നഴ്സറി ക്ലാസ്സുകളിൽ കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവിടെയൊക്കെ നമ്മൾ അധ്യാപകർക്ക് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ അത് ഒരു തലമുറയുടെ തന്നെ മിസ്റ്റേക്കായിട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും കൊച്ചു കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അധ്യാപകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അധ്യാപകർ. അവർക്കൊരിക്കലും അവരുടെ ലേണിംഗ് അല്ലെങ്കിൽ അറിവുകൾ നേടാനുള്ള ശ്രമം ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം അവരെവിടെയാണോ ഞങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നത് അവിടെ അധ്യാപകർ പരാജയപ്പെട്ടു തുടങ്ങും. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നമ്മുടെ മുന്നിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ അറിവുകൾ പകർന്നു കൊടുക്കാൻ. ഈ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അത് യാന്ത്രികമായി പോകാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അറിവുകളോടൊപ്പം തന്നെ അവരുടെ ഉള്ളിൽ ആത്മധൈര്യവും കോൺഫിഡൻസും ഒക്കെ വളർത്തിയെടുക്കാൻ നമ്മൾ അധ്യാപകർക്ക് വളരെ നന്നായിട്ട് കഴിയും. അവരവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴും അവരുടെ സംശയങ്ങൾ ചോദിക്കുമ്പോഴും നമ്മൾ അവരോടൊപ്പം തന്നെ നിന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അവർ ഏത് കാര്യത്തിനും മുന്നോട്ട് വന്ന് അഭിപ്രായം പറയാനും സ്വയം കാര്യങ്ങളെ തിരിച്ചറിയാനും പഠിക്കുകയുള്ളൂ. മാതാപിതാക്കളെക്കാൾ കൂടുതൽ അധ്യാപകരോടൊപ്പം ചിലവഴിക്കുന്ന സമയം സ്കൂളിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയാൻ ഒരു അന്തരീക്ഷം അധ്യാപകർ സൃഷ്ടിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളോട് അധ്യാപകരോട് അവർ തുറന്നു പറയും. അങ്ങനെ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില വിഷമകരമായ സംഭവങ്ങൾ പതിയെ പതിയെ മാറ്റി ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മോഡേൺ ടെക്നോളജി. നമ്മുടെ കുട്ടികൾ നമ്മളെക്കാളൊക്കെ വളരെ മുന്നേ മോഡേൺ ടെക്നോളജിയെ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകരും അത് പഠിക്കാൻ മനസ്സറിഞ്ഞ് പഠിക്കാൻ ശ്രമിച്ച് അവരോടൊപ്പം മുന്നോട്ട് പോയാൽ മാത്രമേ അതിലുണ്ടാകുന്ന വിഷമകരമായ കാര്യങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. യുവതലമുറ രാജ്യപുരോഗതിക്ക് എത്രമാത്രം പങ്കുവഹിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. ഈ യുവതലമുറയെ വാർത്തെടുക്കുന്നതിൽ പങ്കുവഹിക്കുന്ന അധ്യാപകരായ നമ്മുടെ റോൾ വളരെ വളരെ വലുതാണ്. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ ഓരോ അധ്യാപകർക്കും കഴിയണം. അത് കഴിയാൻ എല്ലാവർക്കും, അത് സാധിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഈ ചാനലിൻ്റെ യാത്രയെ നിങ്ങൾ മനോഹരമാക്കും എന്ന് കരുതുന്നു. അടുത്ത വിഷയവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.